ടിക്കിട്ടാക്ക ഞാൻ ആസിഫിന്റെ ഈ രൂപാന്തരീകരണം ഏറ്റവും അടുത്ത് നിന്ന് കണ്ട ഒരാളാണ്. അപ്പൊ അത് ആ സിനിമയ്ക്ക് വേണ്ടി ആസിഫ് എടുത്തിരിക്കുന്ന എഫേർട്ട് അയാളുടെ കഴിഞ്ഞ ഒരു 15 വർഷത്തെ അല്ലെങ്കിൽ 16 വർഷത്തെ ഒരു കരിയറിൽ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന എഫേർട്ട് എടുത്തിരിക്കുന്ന പടമാണ്. കാരണം അത്രയേറെ ക്ഷീണിച്ചു, ഭക്ഷണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാള് ഭക്ഷണം കഴിക്കാതെയായി, ഭയങ്കരമായിട്ട് എന്താണോ ട്രെയിനർ പറയുന്നത് മാത്രം ചെയ്ത് എക്സസൈസിൽ ഫോക്കസ് ചെയ്ത്. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് UK ട്രാവൽ ചെയ്തു കഴിഞ്ഞ 2 ആഴ്ച. ഇപ്പോഴൊക്കെ നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴും ആസിഫ് ഇപ്പോഴും വളരെ സാലഡ്സ് മാത്രം കഴിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പടത്തിൽ കുറച്ചും കൂടെ ഒക്കെ വണ്ണം വേണം, ഈ ടിക്കറ്റ് ആക്കിയാലൊന്ന് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ആ വണ്ണം എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമായിട്ട് വരും എനിക്ക് തോന്നുകയാണ്. കുറെ സീനുകൾ കണ്ട സീനുകൾ പോലെയൊക്കെ ആ സിനിമ വരികയാണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പൊ ചെയ്യാൻ പോകുന്ന സിനിമ 25th ഷൂട്ട് തുടങ്ങുന്നത്. ഫാമിലി ത്രില്ലർ ജോണറിലാണ് വരുന്നത്. അത് ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇതുവരെ തൊട്ടിട്ടില്ലാത്ത തരം ഒരു പാറ്റേൺ. യാസ്മിന്റെ വളർച്ച അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത് ജിസോ എന്നൊരു ഡയറക്ടറാണ്. അപ്പം ആസിഫിന്റെ വളർച്ചയിൽ എത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ട് ജിസോയിൽ? തിരിച്ചാന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് എന്നെ പറഞ്ഞ പോലെ ആരും ഫസ്റ്റ് പടത്തിന് ഒരു ആക്ടർ മനസ്സിലാക്കാതിരുന്ന ഒരു സമയത്ത് ബൈസിക്കൽ തീംസ് പോലത്തെ അത്രയേറെ ട്വിസ്റ്റ് ഉള്ള ഒരു പടം ഒറ്റ കേൾവിയിൽ തന്നെ മനസ്സിലായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം ഞാൻ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കാൾ ഉറപ്പായിട്ടും സൺഡേ ഹോളിഡേ പോലത്തെ സിനിമകൾ ആ സിനിമ ഒരു ഫാമിലി ഓഡിയൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വിജയ് സൂപ്പർ പടം. പക്ഷെ എപ്പോഴും ഞാൻ ഇങ്ങനെ തിരിച്ച് കാണാനേ ഇഷ്ടം.